എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇത് പറയുമ്പോൾ ശ്രദ്ധയോടെ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസത്തിൽ കടന്നുപോയ തെരഞ്ഞെടുപ്പാകട്ടെ, ഇന്ന് അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തപ്പെടുന്ന ചർച്ചയാകട്ടെ, അറേബ്യൻ ഉപദ്വീപിൽ കാലുഷ്യത്തിൻ്റെ കർമ്മേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന സന്ദർഭമാകട്ടെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളുമാകട്ടെ, ഇതിൻ്റെ എല്ലാം പുറകോട്ട് നമ്മളൊന്ന് പോയി അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെന്ന് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു പോയി? സത്യവിശ്വാസികളെ, നിങ്ങളാണ് വിജയികൾ. സത്യവിശ്വാസികളെ, നിങ്ങളാണ് സത്യത്തിൻ്റെ അഹ്ലുകാർ, നിങ്ങളാണ് വിജയിക്കുന്നവരെന്ന് പറഞ്ഞ ആ കൂട്ടം, ഈ സമൂഹം, ഈ സമുദായം അമ്പേ പരാജയപ്പെട്ടു പോയ കാഴ്ച നമ്മൾ കാണേണ്ടി വരുമ്പോൾ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ ഉമ്മത്തിനിടയിൽ പലപ്പോഴും പൂവണിഞ്ഞ് കാണുന്നില്ല? പരിശുദ്ധ ഖുർആൻ ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുസിറൂനൽ ഹയാത്ത الدنيا والآخرة خير وأبقى. അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ദുനിയാവിൻ്റെ സുഖങ്ങൾ, ദുനിയാവിൻ്റെ സ്ഥാനമാനങ്ങൾ, ദുനിയാവിൻ്റെ ആഡംബരങ്ങൾ എന്ത് തന്നെ നിങ്ങൾ നേടിയാലും ശരി, വൽആഖിറത്തു, ആഖിറമാണ് ശേഷിക്കുന്നത്, ആഖിറമാണ് നേട്ടമുള്ളത്, ആഖിറമാണ് മനുഷ്യന് ലാഭമുള്ളത്, ദുനിയാവ് നശ്വരമാണ്, തീർന്നു പോകുന്നതാ. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي ذلك ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور.